ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബവിനു വ്ളോഗ്സ്. അപ്പോൾ ഇന്നൊരു കടുക് മാങ്ങ ഉണ്ടാക്കിയാലോ. ഇതൊരു നാടൻ കടുക് മാങ്ങ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോയോളം പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങ തന്നെയാണ്. അതിനെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറുതാക്കി, അതായത് സ്ക്വയർ പീസസ് ആക്കി ചെറുതാക്കി, അതായത് ഒരു മാങ്ങ പുളിയിട്ട് അതിനെ പിന്നെ അതിൻ്റെ സൈഡിനെ രണ്ടാക്കി, പിന്നെ താഴേക്ക് ഒന്നല്ല ഒരു മൂന്നാലായിട്ട് കീറിയിട്ട് ഇങ്ങനെ സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അതങ്ങനെ അരിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ഒന്ന് മിക്സാക്കി അടച്ചു വെച്ചു. അതങ്ങനെ ഒരു ദിവസത്തോളം ഇരുന്നു. എന്നിട്ടത് പിറ്റേ ദിവസം ഞാനാണ് അത് അച്ചാറിട്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി മുളക് പൊടി ഞാനൊരു 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കറിവേപ്പില, വറ്റൽമുളക് ഒരു 3 എണ്ണം, അത് ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ പീസ് കായം, പിന്നെ ഉലുവ ഒരു 1/4 ടീസ്പൂൺ, പിന്നെ കടുക് ഒരു 1/2 ടീസ്പൂൺ വെച്ച് ഉലുവയും കടുകും ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനിതിൻ്റെ ഒരു മസാലയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ആദ്യം തന്നെ റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം സ്റ്റൗ ഓണാക്കി അതിലേക്കൊരു ചീനിച്ചട്ടി വെച്ച് നല്ലെണ്ണ ഒഴിക്കുക, അതായത് ടിൽ ഓയിൽ. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ വേറെ എണ്ണയാണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്തു. അത് പൊട്ടിയപ്പോഴേക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറിയപ്പോഴത്തേക്കും വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. വറ്റൽമുളക് ചേർത്ത് അതൊന്ന് പെട്ടെന്ന് അങ്ങ് കളറ് മാറും. അന്നേരത്തേക്ക് അതിലേക്ക് പിന്നെ ഞാൻ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത്. ആവശ്യത്തിന് നല്ല ഇച്ചിരി അധികം കറിവേപ്പില കായം ചേർത്തു. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുത്തു. അതെന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്ത് അതിൻ്റെ ആ പച്ചപ്പെല്ലാം പോകുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികളാണ്. അതെല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സായി അതിൻ്റെ ആ മുളക് പൊടിയുടെയും അതിൻ്റെയൊക്കെ കൂടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി അതെല്ലാം മൊത്തത്തിലൊന്ന് നല്ലപോലെ മൂത്ത് നല്ലൊരു മണമൊക്കെ വരും. ഒരു കായത്തിൻ്റെയൊക്കെ കൂടെ ആ മണമൊക്കെ ചേർന്ന് ഉലുവ കടുക് പൊടിച്ച് അതിൻ്റെയൊക്കെ കൂടെ വന്നൊരു മണമൊക്കെ വരും. നല്ലപോലെ ഒന്ന് മൂക്കും. ആ ഒരു സമയത്ത് ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കടുക് മാങ്ങയുടെ ആ ചെറിയ പീസസ് ഉണ്ട്. അടിയിലൊരു വെള്ളം വന്നിട്ടുണ്ട്. അത് ഒഴിച്ചതല്ല, മാങ്ങയും തന്നെ വന്നതാണ്. അത് ആ വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. നല്ലൊരു കളറൊക്കെ വന്ന് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഈ ഒരു കടുമാങ്ങ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ പീസസ് ഇടുമ്പോൾ അലിഞ്ഞു പോകാറുണ്ട് ഡയറക്റ്റ് ആണെങ്കിൽ. ഇവിടെ ഈ ഉപ്പൊക്കെ ഇറങ്ങി പിടിച്ചിരിക്കുന്നത് കൊണ്ട് അതൊന്നും പെട്ടെന്നൊന്നും അലിഞ്ഞൊന്നും പോവില്ല, നല്ല ആ ഷേപ്പിൽ തന്നെ ഇരുന്നോളും. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സാക്കി കൊടുത്ത് അവിടെ ഒരു 2-3 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ. അതൊന്ന് മൊത്തത്തിലൊന്ന് ചൂടായി ഇരിക്കണം. അപ്പോൾ ഈ സമയത്ത് ഞാൻ വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ആ മാങ്ങയിലുള്ള ഉപ്പാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ഇത് മൊത്തത്തിലൊന്ന് ഇച്ചിരിയും കൂടെ ഉപ്പ് വേണമെന്ന് തോന്നി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സാക്കിയ ശേഷം നമ്മളൊരു 1-2 മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മൊത്തത്തിലൊന്ന് ആവിയൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞു. പിന്നെ എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ, ഈ കടുക് മാങ്ങ എന്ന് പറയുന്നത് നമ്മൾ കടുക് ഇടുന്നത് കൊണ്ടാണോ അതോ ചെറുതായിട്ട് പീസാക്കി ഈ മാങ്ങ അരിയുന്നതുകൊണ്ടാണോ? അപ്പോൾ അത് ആർക്കെങ്കിലും അതിൻ്റെ ആൻസർ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്താ, നല്ല അടിപൊളി കടുക് മാങ്ങ കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ കഞ്ഞിയുടെ കൂടെ കപ്പയുടെ കൂടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.